ശരിയെ ഇന്നിന്റെ കാലത്ത് കേട്ടിരിക്കേണ്ട ഒരു മുസ്ലിം മതപണ്ഡിതന്റെ പ്രഭാഷണമാണ്. ഞാൻ കുറച്ച് കേൾപ്പിക്കാം, മുഴുവൻ നമുക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. മലയാളം അറിയുന്നവരൊന്നല്ല, ഒരു കർണാടകയിൽ നിന്ന് വരെയാണ്. കർണാടകയിൽ നിന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ്? മലയ്ക്ക് പോവാണ്. അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കാരണം എന്താ, നമുക്കിതേ അറിയുള്ളൂ. നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മൾ അപ്പോഴും തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഹറമിൽ എത്തിയിട്ടുണ്ട്, ജിദ്ദയിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ. ഒരയ്യപ്പനും ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്, ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല. നോക്കൂ ശരിയെ, നൗഷാദ് ബാഖവി അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഒരു പ്രഭാഷണമാണ്. അതായത് മണ്ഡലമാസ കാലഘട്ടത്തിൽ എല്ലാ മതസ്ഥരും, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളായിട്ടുള്ളവർ, വാവര് സ്വാമിയെ തൊഴാൻ പോകുന്നവരൊക്കെ കേട്ടിരിക്കുന്ന ഒരു പ്രഭാഷണം. ഇതിൽ ഷിഹാബ് ജോറ്റൂർ എന്ന് പറയുന്ന യൂട്യൂബർ, എനിക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് മക്കയ്ക്ക് പോകുന്ന വഴിയിലെല്ലാം യൂട്യൂബ് വീഡിയോ എടുത്തു പോകുന്നു, ഫാൻസി ഉണ്ടാക്കുന്നു, അദ്ദേഹത്തിന്റെ കൈയൊക്കെ തൊട്ട് തൊഴുത് എന്തോ വലിയ പുണ്യം പോലെയൊക്കെ ആളുകൾ കാണുന്നു. അപ്പോൾ അവരുടെ വിശ്വാസമാണ്, അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ ഒരു മതപണ്ഡിതൻ കുറ്റം പറയുന്നതിനെ നമ്മൾ കാണാതെ പോകാൻ സാധിക്കും. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നൊരു വലിയ സന്ദേശമാണ്. ശബരിമല ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന സ്വാമിമാർ നോക്കൂ, ശാരിക തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് കാസർഗോഡേക്ക് യാത്ര ചെയ്യും. കേരളത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ വഴിയരികിലെല്ലാം ഈ മണ്ഡലകാല മാസ സമയത്ത് സ്വാമിമാർ കുട്ടികളുമൊക്കെയായി കറുപ്പണിഞ്ഞ് ദീക്ഷയൊക്കെ സ്വീകരിച്ച് മാലയൊക്കെ ഇട്ട് നടന്നു വരികയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് മുഴുവൻ കേൾക്കാൻ പറ്റും. ഞങ്ങളത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല, അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോ വിശ്വാസങ്ങളുടെ ഈറ്റിലമാണ് ശബരിമല. മതസൗഹാർദ്ദത്തിന്റെ വലിയ വേദിയാണ്. ഇന്നിന്റെ കാലത്ത് ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഉസ്താദന്മാരാകട്ടെ, മതപ്രഭാഷണങ്ങളിൽ ഇസ്ലാം മതത്തെ ചേർത്ത് പിടിക്കുന്ന, ക്രൈസ്തവ മതത്തെ ചേർത്ത് പിടിക്കുന്ന ഹൈന്ദവ ആചാര്യന്മാരാകട്ടെ, ഇവരൊക്കെ കയ്യടി അർഹിക്കുന്നുണ്ട്, ഇല്ലേ? ശരി, തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. കാരണം ഇവരൊക്കെ കുറെ കൂടെ നമ്മള് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഉസ്താദുമാരാണ്. കാരണം വേറൊന്നുമല്ല, അവര് കാര്യങ്ങൾ, അവരുടെ പ്രഭാഷണം നമ്മള് കുറെ കാലത്തിൽ കുറെ ചീത്ത വിളി കേട്ട ഉസ്താദുമാരും പ്രഭാഷകന്മാരും സന്യാസിമാരും ഒക്കെ നമുക്കുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി റിയാലിറ്റിയിലേക്ക് വരികയും സത്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുകയും മതത്തിനപ്പുറം മതത്തിന് അതീതമായിട്ട് ഈ ഉസ്താദ് പറയുന്ന അദ്ദേഹം അത് പാട്ട് പാടുക, അത് നമ്മുടെ നല്ല മനോഹരമായിട്ട്, അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം. പക്ഷെ അദ്ദേഹം പറയുന്നത് ഭക്തി ഹൃദയത്തിൽ, അദ്ദേഹം ഇതിനകത്ത് വെക്കുന്ന സന്ദേശം അതാണ്, ഭക്തി ഹൃദയത്തിൽ നിന്നാണ്. കാരണം ഈ വൃശ്ചികം 1 തുടങ്ങുമ്പോൾ ആരും പറഞ്ഞിട്ടോ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടോ പിന്നെ വാട്സപ്പിൽ സന്ദേശം വന്നിട്ടോ അല്ല മണ്ഡലകാലത്ത് അയ്യപ്പന്മാർ വ്രതമെടുക്കുകയും കന്നിമലയ്ക്ക് കന്നിസ്വാമിമാർ പോവുകയും ചെയ്യുന്നത്. അതിന് ആ ഒരു ആചാരം അനുസരിച്ച് ഹൃദയത്തിൽ നിന്ന് അയ്യപ്പനെ സ്നേഹിച്ചാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ആൾക്കാർ നടന്ന് ഓഫീസിൽ, ആ വ്രതകാലത്ത് പോലും ഓഫീസിൽ നടന്ന് ചെരുപ്പിടാതാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും വരുന്നത്. അത്രയും വിശ്വാസികളായിട്ടുള്ള ആ മണ്ഡലകാലത്തിലേക്ക് പോകുന്ന അദ്ദേഹം, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ അമ്പലങ്ങളിലും വഴിവെക്കിലും ഒക്കെ ഈ അയ്യപ്പന്മാർക്ക് ഇരിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് വന്ന് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. അത്രയ്ക്കും ആഴത്തിൽ വേരിറങ്ങിയ ഇഷ്ടമാണ് അയ്യപ്പസ്വാമിയോട്. അത് മതത്തിനപ്പുറം അദ്ദേഹവും ആ ബഹുമാനം, അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇവരോട് നമുക്ക് അറിയാതെ ബഹുമാനം തോന്നിപ്പോകും. പോകുന്ന വഴിക്ക് വഴിവക്കിൽ വണ്ടി നിർത്തി ഒന്ന് ചിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് പുഞ്ചിരിക്കാൻ, അല്ലെങ്കിൽ സ്വാമി ശരണം, മതം അവര് പറയുന്ന എന്താ പറയുന്നത്, അവരുടെ രീതി വേറെയല്ലേ, അവരുടെ വന്ദനം വേറെ രീതിയാണ്. എന്നാൽ പോലും അയ്യപ്പനെ കാണുമ്പോൾ മതത്തിന് അതീതമായിട്ട് സ്വാമി ശരണം എന്ന് പറയാൻ തോന്നിപ്പിക്കണമെങ്കിൽ അത് അത്രമാത്രം കൃത്യമായിട്ട് അത് പറയാൻ, അതായത് അദ്ദേഹത്തിന്റെ വിശാലതയെ നമ്മൾ അംഗീകരിക്കണം. ഈ നൗഷാദ് ബാഖവിമാരെ പോലെയുള്ള ഉസ്താദക്കന്മാരും ഉള്ള നാടാണ് ഇവിടെ. ഇവിടെ ഇത് പറയുമ്പോൾ തിരിച്ചു പറയണം, ഒരു കൂട്ടം വർഗീയവാദികളായുള്ള ആളുകൾ ഈ ഹൈന്ദവ സമൂഹത്തിലുണ്ട്. നോക്കൂ, കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി ശബരിമല സന്നിധാനത്ത് 18ാം പടിക്ക് കീഴിൽ വാവൂർ സ്വാമിയുടെ ഒരു ശ്രീകോവിൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സ്ഥലം. അതിപ്പോ ദേവപ്രശ്നത്തിൽ ദേവനിഷ്ടമല്ല, അതവിടെ നിന്ന് മാറ്റണം. വാവര് പള്ളിയിൽ തൊഴുതിട്ട് ശബരിമലയിലേക്ക് പോകുന്നത് വ്രതം മുറിയാൻ കാരണമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഹിന്ദു തീവ്രവാദികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് ഒരു ദേവനും, അത് ഹൈന്ദവന്റെ ഈശ്വരനാകട്ടെ, ക്രൈസ്തവന്റെ ഈശ്വരനാകട്ടെ, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളുടെ ഈശ്വരനാകട്ടെ, ഒരു ദൈവവും ഇത്തരത്തിൽ പറയുമെന്ന്. അയ്യപ്പന്റെ ചരിത്രം പരിശോധിച്ചാൽ അയ്യപ്പൻ ഒരിക്കലും അങ്ങനെ, അയ്യപ്പൻ പറയുന്ന അയ്യപ്പന്റെ തത്വ ചിന്തകളാണല്ലോ നമ്മളിവിടെ പ്രാവർത്തികം. പക്ഷേ അവിടെ ഒരു വിരോധാഭാസമുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? മതം പറയരുത്, എന്നെ പൂജിക്കരുത്, മദ്യം വിൽക്കരുത് എന്ന് പറഞ്ഞ നാട്ടിൽ അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് മദ്യം വിൽക്കുകയും അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ഇത് സംഭവിക്കാം. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ശാരിക പറഞ്ഞത് കൃത്യമായ പോയിന്റാണ്. എന്നാൽ പോലും ഞാൻ പറയാണ്, അപ്പോ ഈ മതസൗഹാർദ്ദ
പുലർത്തേണ്ടുന്ന ഒരു ആവശ്യകതയെ പറ്റിയാണ് ഞാനിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുകയും മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലിക്കുകയും ചെയ്യുന്ന ആചാര്യന്മാരുള്ള നാട്ടിൽ ഈ നൗഷാദ് വാക്കബി പോലെയുള്ള ആളുകളുടെ ഇത്തരം പ്രസംഗങ്ങൾ വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടണം. നോക്കൂ, അദ്ദേഹം പറയുന്ന ഒരു പോയിന്റാണ്, ശബരിമലയിലേക്ക് വ്രതമെടുത്തു പോകുന്ന എത്ര പേർ യൂട്യൂബിൽ ആ വീഡിയോ ചെയ്യാറില്ല. ഞാനിത് ആലോചിച്ച് നോക്കി, ചെയ്യാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നിഷ്ഠയാണ്. ആ മൊബൈൽ ഫോൺ പോലും അവരൊരു പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരവിടെ ഉപയോഗിക്കില്ല. നമുക്ക് ശബരിമലയിൽ ചെന്നാൽ, സന്നിധാനത്തൊക്കെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ വലിയ ഭാണ്ഡക്കെട്ടുകളിൽ നോട്ടുകെട്ടുകളും നാണയങ്ങളും കൊണ്ടുവന്ന് കാണിക്കയിൽ അർപ്പിക്കുന്ന ഭക്തരെ കാണാൻ പറ്റും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പൻ അവരുടെ ഒരു ബിസിനസ് പാർട്ണറാണ്. അവരുടെ ബിസിനസിന്റെ ഒരു ലാഭവിഹിതം എല്ലാ മാസവും അവർ മാറ്റിവെക്കും. അത് ശബരിമലയിലെ കാണിക്കയിൽ, മഹാകാണിക്കയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയിലേക്ക് എത്തുന്ന എത്രയോ ക്രൈസ്തവരായിട്ടുള്ളവർ, നമുക്ക് എന്റെ നാട്ടിലൊക്കെ ക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് പേര് ശബരിമലയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വാഹനങ്ങളുടെ പേര് സ്വാമി ശരണമെന്നും ശരണമയ്യപ്പാന്നും ഒക്കെയാണ്. അവരുടെ സ്ഥാപനങ്ങളുടെയൊക്കെ പേര് അയ്യപ്പന്റെ നാമധേയങ്ങളാണ്. കാരണം അവർക്കറിയാം അവർ ജീവിക്കുന്നത് ആ ശബരിമല കൊണ്ടാണ്. ഈ ശബരിമലയിൽ എന്നോ ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു, ചെയ്തത് തെറ്റാണ്. അതായത് ഒരു വഴിയരികിൽ ഈ ധർബൂസ് അങ്ങനെ എന്താണ് പറയുന്നത്, അതായത് തണ്ണിമത്തൻ വിൽക്കുന്ന തർബൂസ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും. അത് ഈ ശബരിമല മല കയറുന്ന സ്വാമിമാർക്ക് ഒരു ആശ്വാസമാണ്, ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഒക്കെ. ഇത് വിൽക്കുന്ന ഒരു കട. അപ്പോൾ അവിടെ പോയ രണ്ടുപേർ, എനിക്ക് അതിലെ ഒരാളെ എനിക്ക്, അദ്ദേഹം ഒരു BJPയുടെ നേതാവാണ്, അദ്ദേഹം അവിടെ ചോദ്യം ചെയ്യാണ്, ഇത് തുറന്നു വെച്ച് വിൽക്കുന്നത് എന്തിനാണ്, ഇത് അടച്ചു വെച്ചൂടെ, കാരണം ഈച്ച പറ്റും, അന്തരീക്ഷത്തിൽ പൊടിയുണ്ട്. അപ്പോ ഒരാൾ ഇതിനെ ആർഗ്യൂ ചെയ്യുന്നു, ഇവർ തമ്മിൽ വഴക്കാണ്. ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രണ്ട് മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന, രണ്ട് സ്വാമിമാർ തമ്മിലുണ്ടാകുന്ന ഒരു വിഷയമായി കാണുന്നതിനപ്പുറത്തേക്ക് അതിന്റെ എടുത്തിരുന്ന ക്യാപ്ഷനാണ്, ഒരു ചാനലിൽ ഞാൻ കണ്ടത്, ഒരു ക്യാപ്ഷനാണ്, സുഡാപ്പികൾ ശബരിമലയിൽ പണി തുടങ്ങി, അവന്റെ മതം തിരഞ്ഞു പോവുകയാണ്. അവിടെ വാവൂർസ്വാമിയെയും അയ്യപ്പനെയും ഒരേപോലെ പൂജിക്കുന്ന ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രം, മതസൗഹാർദ്ദത്തിന് തത്വമസി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വലിയ സ്ഥലം. അവിടെ അവൻ ചെയ്ത തെറ്റിനെ അല്ല കാണുന്നത്, അവന്റെ മതത്തെയാണ് അവിടെ ആളുകൾ തിരഞ്ഞു പോകുന്നത്. നോക്കൂ, ശബരിമലയിലേക്ക് എന്തിനാണ് നമ്മൾ പോകുന്നത്? സർവവും ത്യജിച്ച്, സർവവും ഈശ്വരനെ അർപ്പിച്ച്, പമ്പയാകുന്ന പുണ്യനദിയിൽ കുളിച്ച്, ദുരിതക്കയങ്ങളാകുന്ന മലകൾ താണ്ടി ശബരിമല സന്നിധാനത്തിലെത്തി അയ്യപ്പനെ കാണുന്നത് ഞാൻ എന്താണ്, നമ്മൾ എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകാം, നമ്മൾ ആരാണ് എന്ന് തിരിച്ചറിയാനാണ്. അപ്പോ നോക്കൂ, ഈ ഒരു വീഡിയോ ഇന്നിന്റെ കാലത്ത് ഇപ്പം വഖഫിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് മതങ്ങളെ തമ്മിൽ വീണ്ടും തമ്മിത്തല്ലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വാവൂർസ്വാമിയുടെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിവാദം കത്തി. അതെ, ഒരു കാര്യവുമില്ലാത്ത വിവാദമാണ്. കാലാകാലങ്ങളായി, പതിറ്റാണ്ടുകളായി വാവൂർസ്വാമി അവിടെ ഇരിക്കുന്നു. ശബരിമല ലോകമെമ്പാടും അറിയപ്പെടുന്ന വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി. ഈ അന്യ രാജ്യങ്ങളിൽ നിന്ന് സായിപ്പുമാരൊക്കെ മൃതന്ധോറ്റോടെ തൊഴാൻ വരുന്നു. അയ്യപ്പൻ എന്താണ്, വാവർ എന്താണെന്ന് അറിയാത്ത പൊട്ടന്മാരാണ് ഇതൊക്കെ പറയുന്നത്. ഉറപ്പായിട്ടും എന്താണ് ആ സങ്കല്പം എന്ന് മനസ്സിലാക്കാൻ. ആ ശബരിമല എന്ന് പറയുന്ന ക്ഷേത്ര സങ്കേതം, ആ മലനിരകൾ പൊതുജനത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ്. ആ സന്ദേശം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈശ്വരീയത അല്ലെങ്കിൽ ദൈവികത എന്നതിനും അപ്പുറത്തേക്ക് മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം പകർന്നു നൽകുന്ന ഒരു വലിയ സങ്കേതമായി അതിനെ കാണുന്നതിനും അപ്പുറത്തേക്ക് എന്തോ അവർ നോക്കുന്നത് എന്താണെന്നറിയോ, ഈ വാവൂർസ്വാമിയുടെ നടയിൽ വീഴുന്ന ചില്ലറത്തൊട്ടുകൾ, വാവൂർപള്ളിയിൽ വീഴുന്ന നോട്ടുകെട്ടുകൾ, ഇതൊക്കെ ഞങ്ങളുടെ പണമല്ലേ ഇവർ കൊണ്ടുപോകുന്നത് എന്ന ചിന്തയാണ്. ഈ എത്രയോ ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടില്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു വിഭാഗം ആളുകൾ ഉള്ള ആളുകളാണ്. ഇവരുടെയൊക്കെ പള്ളിയിലെ റാസ വരുന്ന സമയത്ത്, ഞങ്ങളൊക്കെ ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് സ്വീകരണം കൊടുക്കും. റാസയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ നിലവിളക്ക് കത്തിച്ചു വെച്ച് പിന്നെ അവിടെ അവർക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് സ്വീകരണം കൊടുക്കുന്ന ചടങ്ങുകളുണ്ട്. പക്ഷെ അതിനെ പോലും ചില ആളുകൾ വർഗീയമായി കണ്ടു പിന്നീട് വിവാദങ്ങളാക്കി. അമ്പല കമ്മിറ്റിയുടെ പൈസ, അതല്ല, ഞങ്ങളെ പോക്കറ്റിലെ പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പിന്നെ അത് വ്യക്തിപരമായി ചെയ്യാൻ തുടങ്ങി. ഈ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ പെരുന്നാൾ കാലഘട്ടത്തില് ചെറിയ പെരുന്നാളിനൊക്കെ ബിരിയാണിയൊക്കെ വിതരണം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കും, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാട്ടിലുള്ള സമയത്താണ് നമ്മൾ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കും. സപ്താഹ യജ്ഞവേദികളിൽ ഈ പറയപ്പെടുന്ന ഹൈന്ദവരായ സഹോദരങ്ങൾക്കൊപ്പം ഇസ്ലാം മത വിശ്വാസികളും ക്രിസ്ത്യൻ മത വിശ്വാസികളും ഒത്തുചേരും. അവർ അവിടെ നിന്ന് ആഹാരം കഴിച്ച് കുറച്ചു നേരം കഥകളൊക്കെ കേട്ടിട്ട് പോകും. ഇതിൽ ശരിക്കും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഞാൻ ഭരണസമിതി അംഗമായിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ മണികണ്ഠൻ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു വലിയ വിശാല മനസ്കരായ അറിവിന്റെ നിറകുടമായ ഒരു ചെറുപ്പക്കാരനായ ഒരു രക്തൻ വരുന്നു. അദ്ദേഹം അവിടെ മാതൃപൂജ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഒരു ചടങ്ങ് വേണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് പറഞ്ഞു, ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് നമുക്ക് കുറച്ച് അമ്മമാരെ കൊണ്ടുവന്ന് മാതൃപൂജ നടത്തണം. വീട്ടിലെ അമ്മമാർക്കൊക്കെ എല്ലാം ഉണ്ട്, മക്കളുണ്ട്, മക്കളില്ലാത്ത അമ്മമാരെ കൊണ്ട് ഭയങ്കര. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഏറ്റവും അടുത്ത് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു ആചരണ കേന്ദ്രമാണുള്ളത്. അത് നടത്തുന്നത്
സിസ്റ്റർ റോസ്ലിനാണ്, കന്യാസ്ത്രീയാണ്. അപ്പം സാർ പറഞ്ഞു അവരെ കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്ക് ഏറ്റവും, ഞാനത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു, എല്ലാവരും പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ 2-3 പേര് അവിടെ പോയി സംസാരിക്കുന്നു. അവിടെ പോയി സംസാരിച്ചപ്പോൾ ആ അമ്മ, സിസ്റ്റർ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. ഒരു വണ്ടി നിറയെ അമ്മമാർ, ഇവിടെ മാനസിക വെല്ലുവിളി വരുന്ന അമ്മമാരെ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നത്ര അമ്മമാരുമായി 2 കന്യാസ്ത്രീകൾ ക്ഷേത്രത്തിലേക്ക് കടന്നു വരിക. അതിന്റെ ഒരു സങ്കല്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡോക്ടർ എം ബഷീർ മൗലവിയാണ് സപ്താഹം ഉദ്ഘാടനം ചെയ്തതാണ് ഞാൻ ഓർക്കുന്നത്. നോക്കൂ, അവിടെ ഈ ആദ്യം ആ യജ്ഞാചാര്യൻ പാദപൂജ ചെയ്തത് ആ കന്യാസ്ത്രീക്കാണ്. ശ്രീകൃഷ്ണനെ ഭജിക്കുന്ന ഒരു സപ്താഹ യജ്ഞവേദിയിൽ ഒരു കന്യാസ്ത്രീക്ക്, ഒരു ഹൈന്ദവാചാര്യൻ, അദ്ദേഹത്തിന് അതിനാവശ്യമായ പൂജാദ്രവ്യങ്ങൾ എടുത്തു കൊടുത്തുകൊണ്ട് ഞങ്ങളൊക്കെ ദീപത്തിരുമേനി എന്ന് വിളിക്കുന്ന ക്ഷേത്രത്തിന്റെ മേൽശാന്തി ബ്രാഹ്മണ ശ്രേഷ്ഠൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയാണ്, യജ്ഞാചാരനൊപ്പം. എന്നിട്ട് ആ വന്നിരുന്ന ഈ 50ഓളം അമ്മമാരുടെയും കാല് കഴുകി അവർക്ക് പാദപൂജ ചെയ്തു, അവർക്ക് വയറു നിറച്ച ആഹാരം കൊടുത്തു. പോകുമ്പോൾ അവർക്ക് ഒരാഴ്ചത്തേക്ക് കഴിക്കാൻ വേണ്ടുന്ന അരിയും പച്ചക്കറിയും സാധനങ്ങളും അവരുടെ വണ്ടിയിൽ ഞങ്ങൾ കയറ്റി വിടുന്നു. അന്ന് ആ യജ്ഞാചാരൻ അവിടെ പറഞ്ഞിട്ട്, ഇന്നത്തെ നമ്മുടെ ദക്ഷിണ എനിക്കോ ഭഗവാനോ അല്ല, ഈ ഭണ്ഡാരപ്പെട്ടിയിൽ എത്ര രൂപ വന്നാലും, ആ ഓപ്പൺ കാണിക്കയിൽ എത്ര രൂപ വന്നാലും അത് സ്നേഹതീരത്തിലേക്കുള്ള നമ്മുടെ സംഭാവനയാണ്, അമ്മമാരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത്. 17,000-18,000 തുക ഞാൻ ഓർക്കുന്നില്ല, അത്രയും പൈസ അവിടെ ദക്ഷിണ വന്നത് കിഴി ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. തിരിച്ച് പിറ്റേ ദിവസം അമ്മ വാട്സപ്പിൽ അതിന്റെ റെസിപ്റ്റ് ഞങ്ങൾക്ക് അയച്ചു തരുന്നു. അവർ ഒരു ദിവസം എന്നെ വിളിച്ച്, പിറ്റേ ദിവസം എന്നെ വിളിച്ചു, ആചാര്യനെ ഒന്ന് സ്നേഹതീരം വരെ കൊണ്ടുവരണം രോഹിത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ അമ്മയെ കൊണ്ടുവരാമല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നു, അവിടെ നിന്ന് ക്ഷണമുണ്ട്, നമുക്കൊന്ന് സന്ദർശിക്കാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 4-5 പേര് ഒരു വണ്ടിയിൽ കയറി അവിടേക്ക് പോവാം. സിസ്റ്റർ വിളിച്ചു, സിസ്റ്റർ വരുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഈ അമ്മമാരും അവിടുത്തെ അന്തേവാസികളും ഈ ഗേറ്റ് മുതൽ നിരന്ന് നിൽക്കുക, കയ്യിലെല്ലാം ഓരോ റോസാപ്പൂവുമായിട്ട്. ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഒരു ക്രിസ്ത്യൻ മിഷനറി നടത്തുന്ന ഒരു അനാഥാലയത്തിലേക്ക് ഒരു ഹൈന്ദവാചാര്യനെ അവർ ക്ഷണിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്റ്റേജ് ഒരുക്കിയിട്ടിരിക്കുക, സംസാരിക്കാൻ, നന്ദി പറയാൻ. ആ അമ്മമാരുടെ സന്തോഷം കാണണം. തലേ ദിവസം ഞങ്ങളെ അതൊരു വലിയ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു എക്സ്പീരിയൻസ്, എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. അത് കാരണക്കാരനാകാൻ കഴിഞ്ഞു, ഒരു പരിധി വരെ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിന്റെ നന്മയുണ്ടല്ലോ. നമുക്ക് കിട്ടിയത് ആ നന്മകളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ നമ്മളെ നയിക്കുന്നത് എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ മാറുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ വലിയ ഈറ്റില്ലങ്ങളായി നമ്മുടെ നാട് മാറുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഈ നൗഷാദ് ഉസ്താദിനെ പോലെയുള്ള ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. എന്റെ ദയവ് ചെയ്ത് മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലാൻ നിൽക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ, ഇസ്ലാം മത വിശ്വാസികൾ, ക്രൈസ്തവ സഹോദരന്മാർ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കണം. അല്ലാതെ വർഗീയത പ്രചരിപ്പിക്കുന്ന പല ആളുകളും അവരെയൊക്കെ തള്ളിക്കളയണം. സമൂഹം തള്ളിക്കളഞ്ഞാൽ പിന്നെ ഒന്നുകൂടുണ്ട്, സമൂഹം നമ്മൾ ഈ ആരാധന അല്ലെങ്കിൽ ദൈവം, അത് ഏത് മതത്തിലും ആയിക്കട്ടെ, അതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ച് ഷോ ഓഫ് കാണിക്കാനുള്ള ഒന്നും കൂടെയുള്ള ഒരു സന്ദേശം ഉറപ്പായിട്ടും അദ്ദേഹം കാണിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ഇപ്പൊ നോക്കൂ, ഞാനും നമുക്കും ഇത് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല. ഞാനിപ്പോ ചോറ്റാനിക്കര അമ്പലത്തിൽ പോവാണ്, അപ്പം ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. ഓക്കെ, ഇന്നലെ ഞാൻ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ പോയി. ഞാൻ നാട്ടിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ തൊഴാൻ കയറി. ഞാൻ അവിടെ കുറെ ചടങ്ങുകളുണ്ട്. അമ്പലമില്ലാതെ അൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തിയാണ്. അവിടെ 12 വിളക്ക് മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എന്റെ ഭാര്യ പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ള സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് ഒരു ജീവിത ശൈലിയുടെ ഭാഗമായി മാറി. ഏതെങ്കിലുമൊക്കെ അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ഞാനും എടുക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കര പോയപ്പോൾ ഞാനും ഓഫീസിലുള്ള കുറച്ച് പേരുമായിട്ടാ പോയത്. അപ്പൊ എന്റെ എഡിറ്റർ ഞാൻ അവിടെ തൊഴുന്നതും കാര്യങ്ങളൊക്കെ വെച്ച് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഞാനും അത് സ്റ്റാറ്റസ് ഇടാറുണ്ട്. പക്ഷെ അത് തരുന്നതാണ്. പക്ഷെ ശബരിമല വിഷയത്തിൽ അങ്ങനെയല്ല. ശബരിമലയിൽ പോകുമ്പോൾ ഞാൻ പരമാവധി ഫോൺ വണ്ടിയിൽ വെച്ചിട്ടാണ് മല കയറാൻ പോവാൻ. എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ മൊബൈലിലെ കാര്യം പറയാൻ മിക്ക അമ്പലങ്ങളിൽ പൂർണ്ണ എഴുതി വെച്ചിട്ടുണ്ട്, ശ്രീകോവിലിനകത്തേക്ക് അല്ലെങ്കിൽ ശ്രീകോവിലല്ല അമ്പലത്തിന്റെ ചുറ്റമ്പലത്തിനകത്തേക്ക് മൊബൈൽ ഫോൺ പാടില്ല. അതെ, കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലത് തന്നെ. ഇപ്പൊ രോഹിത് പറഞ്ഞോട് സമ്മതിക്കുന്നു, ശരിയാണ്. നമ്മുടെ ഒരു സന്തോഷം, നമ്മൾ പോകാത്ത അമ്പലത്തിൽ പോകുമ്പോൾ അത് 10 പേരെ കാണിക്കാൻ, അത് നമ്മുടെ ഒരു ആനന്ദം. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ശ്രീകോവിൽ കൂടെ ഷൂട്ട് ചെയ്യുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ പല അമ്പലങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ തിരുമേനിമാർ ഇറങ്ങി ചെന്ന് അവരോട് അതായത് ശാന്തിയുടെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇവർ ഷൂട്ട് ചെയ്യുമ്പോൾ അമ്പലക്കാരെല്ലാം കൂടെ ഓടി ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്, ഇത് സ്ട്രിക്റ്റ് ആയിട്ടും ചെയ്യണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയാണ് ആരാധിക്കേണ്ടത്. അതിന് പകരം മൊബൈലിന്റെ അതിപ്രസരം കൊണ്ടോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ടോ ഇതൊക്കെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടിരിക്കുക. ആ കാലത്തിലാണ് അദ്ദേഹത്തെ പോലുള്ള പ്രഭാഷകന്മാർ ഇത് പറയേണ്ടത്, തീർച്ചയായിട്ടും പ്രചരിപ്പിക്കേണ്ടത്. നൗഷാദ് ബാഖവിക്ക് ഒരു വലിയ നന്ദി പറയാണ്. ഈ മണ്ഡലകാല സമയത്ത് നാട് മുഴുവൻ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രഭാഷണം തീർച്ചയായും